ഇനി കേസ് കൊടുത്തു എന്നിരിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും ഒരു കള്ളപ്പരാതി പറയുമ്പോഴത്തേക്കും അഖില അങ്ങ് തൂക്കിക്കൊല്ലുവോ? മോളെ തൂക്കിക്കൊല്ലില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ നിനക്കറിയാവോ? അതിലും ഭേദം തൂക്കിക്കൊല്ലുന്നതാണെന്ന് തോന്നും. നിനക്കതറിയില്ല മോളെ, പക്ഷേ എനിക്കതറിയാം. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അഖിലയ്ക്ക് അത് താങ്ങാനുള്ള ധൈര്യമില്ല. എന്റെ കുട്ടി തകർന്നു പോവും. അതുണ്ടാവാതിരിക്കാനാ ആ പണം ഞാൻ കൊടുത്തത്. നല്ല ന്യായം. പക്ഷേ ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നത് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ ആദ്യത്തെ ഭീഷണി ഏറ്റ സ്ഥിതിക്ക് അവരിനിയും അത് ആവർത്തിക്കും. ഇതിനേക്കാൾ വലിയ കേസുകൾ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോഴൊക്കെ അവർ ചോദിക്കുന്ന പണം ചേച്ചി കൊടുക്കേണ്ടി വരില്ലേ? ഞാൻ അങ്ങനൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണമായിരുന്നു. അഖിലെ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിട്ടതുകൊണ്ട് നമ്മൾ ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് ആലോചിക്കണമായിരുന്നു. അഖിലയുടെയും ആകാശേട്ടന്റെ ഒരു കാര്യമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. അമ്മയുടെ ദിവ്യപ്രഭയുടെ ആവശ്യങ്ങള് നമ്മൾ എന്തിനും നടത്തി കൊടുക്കുന്നേ? കള്ളപ്രമാണം ഉണ്ടാക്കി പഞ്ചരത്നം തട്ടിയെടുക്കാൻ ശ്രമിച്ചവളാ ദിവ്യപ്രഭ. അതേ ദിവ്യപ്രഭയുടെ ഭീഷണിക്ക് വഴങ്ങി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ചെലവാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഭീഷണിക്ക് വഴങ്ങി ചേച്ചി പഞ്ചരത്നം തന്നെ എഴുതി കൊടുക്കുമല്ലോ. മോളെ നീ ഇങ്ങനൊക്കെ പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം ഞാൻ? ചേച്ചിയുടെ ഈ ത്യാഗ മനോഭാവം കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ? ഞങ്ങൾ അനിയത്തിമാർക്ക് വേണ്ടിയോ? ചേച്ചി ഒന്ന് ഓർത്തോ, അനിയത്തിമാരുടെ നന്മയെ കരുതിയെന്ന് ചേച്ചി പറയുന്ന ഈ ത്യാഗം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് മാത്രല്ല, നമുക്കുള്ളതൊക്കെ നശിക്കാനും പോവാ. പണവും സമ്പത്തും പഞ്ചരത്നവും. അവസാനം നമ്മുടെയൊക്കെ അഭിമാനം പോലും. ഞാൻ കാലി പിടിച്ച് പറയാം, ഇങ്ങനെ തോറ്റു കൊടുക്കാൻ നിന്ന അതിനെ സമയം ഉണ്ടാവും. ഇന്നും തോറ്റു കൊടുത്തിട്ട് പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ ജീവിക്കുന്നത്? പോയി ചത്തുകളയുന്നല്ലേ നല്ലത്. ഇനിയൊന്നും പറയരുത്. ചേച്ചിക്ക് ഇതിൽ കൂടുതൽ സഹിക്കാനാവില്ല. അഖിലെ ഓർത്ത് ചെയ്തു പോയതാ. തെറ്റായി പോയെങ്കിൽ മോള് ക്ഷമിക്ക്. ഇനി നിങ്ങളോട് ചോദിക്കാതെ ചേച്ചി ഒന്നും ചെയ്യൂല. ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കും മോളെ. ചേച്ചി വാ, എനിക്ക് അമ്മായിയോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ? പറയേണ്ടത് പറയേണ്ട നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അത് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. എന്റെ പൊന്നഖിലേ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോ സൂക്ഷിക്കണം. ദേ, ഞാൻ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയ ഡ്രസ്സുകളാ. നീ ഇത്തരം സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നിന്റെ ചേച്ചിയെ എന്തും മര്യാദക്കാരിയാണെന്ന് കണ്ടോ? രൂപ 82,000 ആ ബില്ലടച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രം. അവള് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ അന്യാധീനപ്പെട്ടു പോകുന്നത് നീ കണ്ടോ? അംബികയോട് കളിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് അവൾ അറിയും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.